കണ്ടോ, ഞാൻ ഇന്ന് പാൽച്ചേമ്പ് നട്ട്. ഇതെങ്ങനെയാണ് നട്ടതെന്ന് ചുറ്റും ഞാൻ പൊന്നാങ്കണ്ണി നട്ടു. ഇതിനൊന്നും പ്രത്യേക സീസണില്ല കേട്ടോ. കണ്ടോ, കാബേജ് ഈ സമയത്ത് എനിക്ക് കാബേജ് ഉണ്ട്. എൻ്റെ കൂടെ കൂടിയാൽ 365 ദിവസവും നിങ്ങൾക്ക് പച്ചക്കറി കഴിക്കാനാവും. അപ്പോൾ അതെങ്ങനെ നട്ട് നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കണം കേട്ടോ. എന്നായിക്കോട്ടെ, എന്നാൽ വരും കൂട്ടുകാർ. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിൽ തന്നെ. നടിയിൽ എനിക്കൊരു ഹരമായിട്ട് മാറി. ഞാൻ എപ്പോൾ വിചാരിക്കും, എന്താ അപ്പം എന്ത് നടണ്ട്, എന്താ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കണ്ട്. ഇന്ന് ഞാൻ നടുന്നത് എന്താണെന്നറിയോ? പച്ചക്കറി ഞാൻ കുറേ കാണിച്ചു, പൂച്ചെടി ഞാൻ കുറേ കാണിച്ചു. ഇന്ന് ഞാൻ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട പിലാത്തിച്ചേമ്പ് എന്ന് ഞങ്ങൾ പറയും നാട്ടിലൊക്കെ. ഇവിടെ പറയുന്നത് പാൽച്ചേമ്പ് എന്നാണ്. ആ പാൽച്ചേമ്പ് നിങ്ങൾ വിചാരിക്കും പാൽച്ചേമ്പിൻ്റെ സമയമാണോ ഇപ്പോൾ എന്നുള്ളത്. എന്നാൽ ഒരു ചെടിക്കും ഒരു സമയമില്ല, നമ്മൾ നോക്കും പോലെ ഇരിക്കും. ഞാൻ എന്താണെന്നറിയാം, എൻ്റെ ക്യാബേജ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പോൾ എവിടെയും ക്യാബേജിൻ്റെ തൈയില്ല, കാരണം അതിൻ്റെ സീസൺ അല്ല. പക്ഷെ എനിക്ക് 365 ദിവസം എനിക്ക് ക്യാബേജ് വിളവെടുക്കാനുണ്ടാവും. കാരണം അതിനനുസരിച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് ഉണ്ടാവും. അതിൻ്റെ സീസൺ ഒന്നും ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പാൽച്ചേമ്പിനും നമ്മൾ വിചാരിക്കും അതിനൊരു സമയമുണ്ട്, നട്ടുണ്ടാവാനുള്ളൊരു ടൈമില്ല. അത് പിന്നെ എടുക്കും. അത് 6 മാസം, ഇതിനൊരു 3 മാസം മതി. അപ്പോൾ അതിനൊരു 6 മാസമാണെങ്കിൽ ഇന്ന് തൊട്ടിട്ട് 6 മാസം നമുക്ക് വിളവെടുക്കാം. വെയിൽ വന്നാൽ നമുക്ക് നനക്കാം. വന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ പോകുന്നത് പിലാത്തിച്ചേമ്പ് അല്ല പാൽച്ചേമ്പ്. എന്നാൽ വരി നമുക്ക് നോക്കാമല്ലോ. ഞാൻ നടുന്ന ഏതിലാണെന്നറിയോ? ഞാനിപ്പോൾ പോട്ട്, ഗ്രോ ബാഗ് ഒക്കെ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഞാൻ തോട്ടത്ത് വെക്കാൻ പോകുന്നതാണ്. അപ്പം തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്തിൻ്റെ ഒരു സൈഡ് ബാക്കിലൊക്കെ വെക്കുന്നതാണ്. അതുകൊണ്ട് ഞാനെടുത്ത് സിമെൻറ്റ് ചാക്കാട്ടോ. സിമെൻറ്റ് ചാക്ക് ഉണ്ടായാൽ മതി നമുക്ക്. ചേമ്പിന്, കപ്പയ്ക്ക് ഒക്കെ സിമെൻറ്റ് ചാക്ക് ധാരാളം. അപ്പം ഞാൻ ഈ വലിയ സിമെൻറ്റ് ചാക്കിന് ഞാൻ ഇതിൻ്റെ ബാക്ക് കണ്ടോ, ഇങ്ങനെ ഈ അറ്റും കൂടെ കെട്ടിയിട്ട് ഇങ്ങനെ അടുപ്പിച്ചാൽ കെട്ടിക്കളഞ്ഞു, കണ്ടില്ലേ? എന്നിട്ട് ഞാനിതെന്താക്കുന്നറിയോ? ഞാനിങ്ങ് മറിച്ചിടും. എന്നാൽ പിന്നെ എഴുത്തും കാണണ്ട, നല്ല വെള്ള കളറിൽ നിൽക്കും. കുറേ നടുകയാണെങ്കിൽ എല്ലാം ഒരേ കളറാകുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത ഗ്രോ ബാഗാന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്. നമ്മൾ എന്തായാലും നമ്മൾ പണിയെടുക്കില്ലേ, അപ്പോൾ ഒരു കലാപരമായിട്ട് നിന്നോട്ടെ. എന്തായിട്ട് ചേമ്പ് ഇഷ്ടപ്പെടാത്ത വില ആരും ഉണ്ടാവില്ലല്ലോ. എന്താ ചേമ്പിൻ്റെ വില, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, ഇഷ്ടം പോലെ ചേമ്പുണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് റൗണ്ടിലാക്കട്ടെ. അടി കെട്ടുന്ന തന്നെ ഇത് റൗണ്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെരിഞ്ഞ് വീണു പോവും. നമ്മൾ നട്ട് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറകെ എന്തെങ്കിലുമൊക്കെ നനച്ചു കൊടുക്കുക, അല്ലാതെ പിന്നെ നോക്കാനാവൂല. ഇതാ ഇത്. ഇനി ഞാൻ ഇതിങ്ങനെ അങ്ങ് ചെയ്യട്ടെ കേട്ടോ. ഒന്നും കൂടി റൗണ്ട് നിൽക്കാനും പോട്ടി മിക്സ് നിറക്കാനും എല്ലാത്തിനും ഉപകരിക്കും. ഇങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് ഇതാക്കിയാൽ ഇങ്ങനെ ഹോൾസ് ഉണ്ട്, റൗണ്ടാക്കി. ഇനി നമുക്ക് അടുത്തെന്താ നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ചകിരി ഇങ്ങനെ അട്ടിയല്ല പരത്തി വെക്കുക കേട്ടോ. പരത്തി വെച്ചാൽ ഇതിൽ കുറേ കഴിഞ്ഞാൽ എപ്പോഴത്തെ മഴ നോക്കിയിട്ട് കാര്യമില്ല, കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ അങ്ങ് നിൽക്കും. അപ്പോൾ നമുക്ക് നനച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ നനവ് പിടിച്ച് നിന്നോളൂ. പിന്നെ ഹോൾസ് ഇട്ടിട്ട് പോട്ടി മിക്സ് ഒന്നും ഒലിച്ച് പോയിട്ട് ഹോൾസ് അടഞ്ഞു പോയാലേ നമ്മൾ നടുന്ന ചെടീൻ്റെ വേര് ചീഞ്ഞു പോകുമല്ലോ. അപ്പോൾ എപ്പോഴും ചകിരി ഇടുന്നത് നല്ലതാണ്. ചകിരി നല്ലോണം വെള്ളം കുടിച്ചവിടെ നിർത്തിയുള്ളൂ. അധികവും ഇല്ല, എന്നാലോ കുറവുമില്ല, ഓവറില്ലാതെ അവിടെ നിൽക്കും. അപ്പോൾ ഞാൻ ചകിരി ഇട്ട്, ഇത് വലിയ ചാക്ക, നമുക്ക് പാൽച്ചേമ്പിന് ഈ ചാക്ക് ഇത്ര വലിയ വേണമെന്നൊന്നുമില്ല. എന്നാൽ ഞാൻ പോട്ടി മിക്സ് അങ്ങ് നിറക്കാമെന്ന് വിചാരിച്ചാൽ ഷേപ്പ് നിൽക്കുന്നില്ല, എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. കുറേ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിട്ട് അടുത്തത് കുറച്ച് മണ്ണ്. ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഇവിടെ ഇന്ന് സ്കൂളിലൊക്കെ അവധി കൊടുത്തതാണ്, വെള്ളിയാഴ്ച അവധിയാണ്, കാരണം അത്രക്കും മഴയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോട്ടി മിക്സ് ഇടുന്നതിൻ്റെ മുമ്പേ മണ്ണ് കുറച്ചങ്ങ് ഇടുക. പിന്നെ ഈ ചാക്കിന് ഞാൻ വലിയ ഹോൾസ് കൊടുക്കൂല കേട്ടോ. എല്ലാം നിറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടാക്കി വെക്കുള്ളൂ. കാരണം ഹോൾസ് കൊടുത്താൽ എലികൾക്ക് കയറിക്കൂടാൻ നല്ല വഴിയാണ്. അപ്പോൾ നമ്മൾ ഹോൾസ് കൊടുക്കരുത്, കുറച്ച് ഇങ്ങനെ കുത്തിട്ട് കൊടുത്താൽ മതി. എന്നാൽ അതിൽ കൂടെ അങ്ങ് പൊയ്ക്കോളും വെള്ളം. ഇനി ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് എൻ്റെ ചക്കമടൽ കമ്പോസ്റ്റ് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അങ്ങ് കമ്പോസ്റ്റ് ആയിക്കോട്ടെ, നല്ല വള ഇത്. അപ്പോൾ നമുക്കിതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇനി
അഥവാ കുരുവൊക്കെ ഒന്ന് മുളച്ച് വരികയാണെങ്കിൽ നമ്മൾക്കത് പറിച്ച് ചാടിയാൽ മതി. നല്ല വള. ഞാനിതങ്ങ് ഇടട്ടെ കേട്ടോ. ഇതന്നെ ഉണ്ട് ഒരു ചാക്ക്. ഇതൊക്കെ അങ്ങ് അമരും, നന്നായിട്ട് അമരും. ഞാൻ എൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ പിടിക്കൽ. പക്ഷെ എന്ന് മുറ്റത്ത് നിൽക്കാൻ കഴിയില്ല. എന്താ മഴേൻ്റെ ഒച്ചങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ ചീവീടിൻ്റെ ഒച്ച ഭയങ്കരമായിട്ടുണ്ട്. പ്രകൃതിയുടെ ഓരോ സൗണ്ട് നല്ല രസമല്ലേ അല്ലേ? അത് ആസ്വദിക്കുന്നവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീവീടിൻ്റെ കരച്ചിൽ, പൂമ്പാറ്റ ഓടി നടക്കുന്നത്, തുമ്പി, കിളികളുടെ ശബ്ദം, കുറേ പച്ചപ്പ്, ചെടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാനിതിട്ടില്ലേ, ഇനി ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ മണ്ണിടണം. മണ്ണ് നല്ലൊരു സംഭവം. എന്താ അറിയോ, ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. നമ്മൾ എന്തിട്ടാലും അതിനെ കമ്പോസ്റ്റ് ആക്കും. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നല്ല ജീവികൾ ഇതെല്ലാം കമ്പോസ്റ്റ് ആക്കും. ആ ജീവികൾ നമ്മൾ കണ്ടോണ്ട് നോക്കിയാൽ കാണൂല, അത്രക്കും സൂക്ഷ്മജീവികളാണ്. പിന്നെ ആ ജീവികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ജൈവമാണല്ലോ ഇടുന്നത്, ഇതൊന്നും രാസമല്ല. പിന്നെ കീടനാശിനി ആണെങ്കിലും ജൈവ കീടനാശിനിയാണ്, വളമാണെങ്കിൽ ജൈവ വളമാണ്. ഇങ്ങനെ ഇപ്പം ഇതും ഇട്ട് നമ്മൾ ചക്ക മടൽ നമ്മൾ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അതിൻ്റെ സ്ഥിതി എന്താ? തോട്ടം മുഴുവനും നാറും. ഒരു സൈസ് ജീവികൾ വരും, എലി വരും, പിന്നെ പെരിച്ചാഴി വരും, ലാസ്റ്റ് പാമ്പ് വരെ വരും. പിന്നെ തോട്ടം ഒരഴുകി സ്മെല്ല് വരും, ചീത്ത. ഇങ്ങനെ ആകുമ്പോൾ വളവുമാവും, അങ്ങനത്തെ മണമൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ അടുത്ത് ഇടട്ടെ. കണ്ടോ, എൻ്റെ നടാൻ പോകുന്ന വലിയതായി പോയിട്ടോ. അത് എവിടെയെന്നറിയോ, എൻ്റെ കൂട്ടുകാരൊക്കെ വലുതായി ഉഷാറായി. ഇത് ഞാൻ കരിയില കമ്പോസ്റ്റിൻ്റെ മേലോട് വെച്ചതായിരുന്നു. എല്ലാം കൂടെ നട ഒഴിവിട്ടണ്ടേ. അങ്ങനെ ഞാൻ നോക്കിയത് നല്ല പുതിയ വേരൊക്കെ വന്ന് നോക്കി, ഇല വന്നത് കർക്കിടക മാസത്തിൽ നല്ല തണ്ട് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടവർക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരു ഇല വെച്ച് ബാക്കി എല്ലാം അങ്ങ് വെട്ടിപ്പോക്കുക. വന്നോളൂ, പേടിക്കണ്ട, നല്ലോ വരും. ഇത് മതി. ഇതിനിങ്ങോട്ട് കായ്ക്കുന്നത് കണ്ടാൽ അതാണ്ടോ വളക്കൂറിൻ്റെ പ്രത്യേകത. ഇത് ഞാൻ ഇപ്പം തന്നെ ഇട്ടിട്ടാണ് ബാക്കി ഇടുന്നത് കേട്ടോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവിടെ ഭയങ്കര മഴയാണ്. ഞാൻ നടട്ടെ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇനിയാണ് അതിൻ്റെ മേലെയാണ് ഞാൻ എല്ലാം ഇടുന്നത്. ഇതെന്താ അറിയോ, ഇത് പിന്നെ ശീമക്കൊന്ന ഞാൻ കൊണ്ടുവച്ചതിന് ചാക്കിൽ ഫുള്ള് കുത്തി നിറച്ചതിന്. കാരണം എനിക്കറിയാം നടണമെന്നുള്ളത്, മഴയായിട്ട് പുറത്തിറങ്ങാൻ കഴിയൂലെന്നുള്ളത്. അങ്ങനെ ഞാൻ കൊണ്ടുവച്ചതിന്. നമുക്ക് ഓരോന്ന് നട്ട് പിടിപ്പിച്ചാൽ എന്താ ഗുണം അറിയാം. നമുക്ക് ആവശ്യം വരുമ്പോൾ എല്ലാം കിട്ടിയല്ലോ. നമ്മളിങ്ങനെ ആണുങ്ങളോട് അത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും ഒന്നും പറയണ്ടല്ലോ. നമ്മൾ മനസ്സ് വെച്ചാൽ കുറച്ച് നേരം അടുക്കള പണി ഉണ്ടാവും. അത് കഴിഞ്ഞ് തോട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി ഓരോന്ത് രസം അറിയോ. ഈ കൃഷി എൻ്റെ ലഹരിയാണ് ഇത്. ഓരോരുത്തർക്കും ഇപ്പം ഞെട്ടിക്കുന്ന ലഹരികളൊക്കെ ഉണ്ട് എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ കൃഷി, ഇങ്ങനെ ഇല വരുന്ന നോക്കി ആസ്വദിക്കുക, അതെനിക്ക് വല്ലാത്തൊരു ലഹരിയാണ്. ഇതിലങ്ങ് ഇറങ്ങിപ്പോയാൽ എല്ലാവരും ലഹരി ഇതായി മാറും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലഹരി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലഹരിയാണ് ഇത്. കൃഷി ചെയ്യുക, വിളവെടുക്കുക, എല്ലാവർക്കും വിതരണം ചെയ്യുക, ആസ്വദിക്കുക, അത് ഞാൻ ലഹരിയാണ് എൻ്റെ അത്. പക്ഷേ ഇപ്പോൾ അധ്യാപികമാരൊരു ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നില്ലേ? ഞാനടക്കം ഒരു അധ്യാപിക ആയിരുന്നല്ലോ, മൊത്തത്തിൽ നാണക്കേടായത്. അപ്പം ഞാൻ പറയുക, എൻ്റെ ലഹരി ഇതാ. ഞാൻ ഇതൊക്കെ ലഹരിയാക്കിയാൽ എന്തൊരു സുഖമാണ് ജീവിക്കാൻ. മൊത്തത്തിൽ നമ്മൾ പേടിപ്പെടുത്തില്ലല്ലേ? എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് അധ്യാപികമാർ ഉൾപ്പെട്ട് നമ്മൾ കേൾക്കുന്നത്. ഞാനെൻ്റെ ലഹരിയായിട്ട് ഞാനിങ്ങനെ ജീവിച്ച് പോവുക. അപ്പം ഞാൻ ഇതിൽ എന്താ ഇട്ടെന്നറിയോ? ഇതിട്ട് എന്താ ചീമക്കൊന്ന ചീഞ്ഞതിട്ട്. ഈ ചീമക്കൊന്ന എന്ന് പറഞ്ഞാൽ നല്ലൊരു കീടനാശിനിയാണ്. അപ്പം ഞാൻ ഈ വേറൊന്നും ചീഞ്ഞു പോവില്ല, നല്ല കരുത്തിൽ വളരും. ധാരാളം പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് പച്ചപ്പിൽ കരുത്തിൽ വളരും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വേരിൻ്റെ അടുത്ത് കുറേ ഇട്ടത്. ഇനി ഞാൻ അടുത്തത് കമ്പോസ്റ്റ് ഇട്ടിട്ട് കേട്ടോ. കർമൂസിൻ്റെ ഇലയൊക്കെ നല്ല കീടനാശിനിയാണ്. ഞാനൊന്നും കീടങ്ങൾ വന്നിട്ട് നമ്മളെ ഈ പാവങ്ങളെ ആക്രമിക്കണ്ട. ഇനി അടുത്തത് എൻ്റെ കരിയില കമ്പോസ്റ്റ് ഞാൻ ചാക്കിൽ നിറച്ചിട്ടതായിരുന്നു.
അത് ഞങ്ങളുടെ എടുത്തുണ്ടോന്നത് നനഞ്ഞീണ്. ഓ വെയിറ്റ് കൂടി നമ്മൾ തോട്ടത്തിൽ കൊണ്ടുപോകാൻ കഴിയൂരേ. ഇനി അതൊന്നും ഇടൂല കേട്ടോ അതിൽ. ഞാൻ കരിയിലങ്ങനെ കൊണ്ടുപോയി കൂട്ടി വെച്ചിട്ട് മഴയത്തുവാ. എൻ്റെത് മഴയത്താണുള്ളത്. എനിക്ക് തണലത്ത് വെക്കാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെയാണ് അത് പൊടിയാവുന്നു. എന്താ വിജയകരമായിട്ട് ഞാൻ പാൽച്ചേമ്പ് ഇവിടെ നട്ട് കഴിഞ്ഞു. അടിപൊളി. ഇതിന് നമ്മൾ ഒരു വളവും ചേർക്കണ്ട. ഇനി മഴയെല്ലാം കഴിഞ്ഞ് ഇത് നമ്മൾ നനച്ച് കൊടുത്താൽ മതി, ഒന്നും ചേർക്കണ്ട. നല്ല റൗണ്ട് നിന്ന് നല്ലൊരു നല്ല ഗ്രോ ബാഗ് കിട്ടി അടിപൊളിയായിട്ട് വളർന്നു. അങ്ങനെ അതെല്ലാം ഇട്ടീരേ. ഇനി ഞാൻ കുറച്ച് മണ്ണ് നല്ല ഇടട്ടെ കേട്ടോ. ഞാനേ പിന്നെ എൻ്റെ ഗ്ലൗസ് ഇട്ടില്ല കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരൊന്നും വിചാരിക്കരുത്. എനിക്ക് പച്ച കൈ കൊണ്ട് പണിയെടുക്കുന്ന ഇഷ്ടം. നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. തോട്ടത്തിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ഞാൻ എടുത്തിരുന്നു. നടുമ്പോൾ എനിക്കിതേ ഇഷ്ടമുള്ളൂ. ഞാൻ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ വേറൊരു സംഭവം നടുന്നുണ്ടായി കാണിച്ചു തരാം. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയൂലേ, എന്താ ഞാൻ കാണിച്ചു തരാം. ഈ ചേമ്പിനിപ്പോൾ ഇത്രയും സ്ഥലം വെറുതെ കിടക്കുക. ചേമ്പ് അടിയിലോട്ടേ പോവുള്ളൂ, എന്തായാലും മേലോട്ട് കയറി വരില്ല. അപ്പോൾ ഇത്രയും സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ പൊന്നാങ്കണ്ണി നടട്ടെ എന്ന് വിചാരിച്ചു. പൊന്നാങ്കണ്ണി കണ്ടോ? പൊന്നാങ്കണ്ണീൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ കണ്ണിന് മങ്ങൽ വരെ ഉണ്ടാവില്ല. പകൽ പോലും നക്ഷത്രത്തെ കാണുന്ന. എനിക്കിവിടെ ഇഷ്ടംപോലെ പൊന്നാങ്കണ്ണിയാണ്. ഇങ്ങനെ തളിരങ്ങ് നട്ടുകൊടുത്താൽ മഴയത്ത് കൊണ്ടുപോയി വെച്ചാലുണ്ടല്ലോ, പിന്നെ നമ്മൾ കിടന്നുറങ്ങിയാലും മതി, ഉണ്ടാവും. ഓരോന്ന് ഇങ്ങനെ കട്ടി. നമ്മൾ അങ്ങനെയൊക്കെ കൃഷി എടുത്താലുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് എപ്പം വേണമെങ്കിലും നമുക്ക് ചേമ്പും കിട്ടും, തോരൻ ഉണ്ടാക്കാം, പൊന്നാങ്കണ്ണിയും കിട്ടും. ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഓരോന്ന് നട്ടിട്ടുണ്ടാക്കിയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി കൊടുക്കുക. ആണുങ്ങളെല്ലാം പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കട്ടെ. ആശുപത്രി ചിലവ്, അരിൻ്റെ പൈസ. നമുക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കൃഷി എടുത്താൽ ആ കുടുംബം ഹാപ്പി ആയിട്ട് പോകും. ഈ പൊന്നാങ്കണ്ണി നടാൻ പ്രത്യേക സ്ഥലമൊന്നും വേണ്ട. ഇങ്ങനെയുള്ളതിലൊക്കെ കപ്പ നടുകയാണ്, അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയി കൊടുക്കുക. പിന്നെ ഈ പൊന്നാങ്കണ്ണി ഇല്ലേ, ഇത് പിന്നെ നട്ട് വളർത്തിയിട്ട് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുന്നവർ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. ഇതൊക്കെ നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചൊക്കെ ഇപ്പോൾ ഒഴിവാവൂരേ. ആ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചെയ്താലേ പല മാർഗവും കണ്ടെത്തണം. നമ്മൾ ലേഡീസ് നമ്മൾ ആവശ്യത്തിന് നമ്മളെ കയ്യിൽ പൈസ വേണം. ഇതാ ഞാൻ ഇത്രയും അങ്ങിട്ട. ഇതിപ്പോൾ വേഗം മുളക്കും. മുളച്ചിട്ട് നമുക്ക് വേഗം വിളവെടുത്താൽ ഒരു ഭാഗത്തു നിന്ന് ചേമ്പ് ഉണ്ടായിക്കോളും, ഒരു ഭാഗത്ത് ചപ്പും ഉണ്ടാവും. ഞാൻ ഇവിടെയും കൂടെ കുത്തി കൊടുത്തിട്ട് ഇവിടെയും കൂടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം നീണ്ടുപോകും വീഡിയോ. ഇതിന് ഹോൾസ് കൊടുത്തില്ല, ലാസ്റ്റ് ഹോൾസ് കൊടുക്കാമെന്ന് വിചാരിച്ചതിന്. ഞാൻ പറഞ്ഞല്ലോ വലിയ റൗണ്ടിലെ ഉണ്ടാക്കുന്നില്ല എന്ന്. കാരണം ഇങ്ങനെ വെള്ളം പോയാൽ മതി, എലി വന്നളിയോ. നമ്മൾ തോട്ടത്ത് വെക്കുന്നതല്ലേ ഇത്, അതിലങ്ങ് പോയിക്കോളും. ഇങ്ങനെ ഉണ്ടാവും. ചേമ്പിനും കപ്പക്കൊക്കെ ഹോൾസ് ഇങ്ങനെ പാടുള്ളൂ. ഇനി ഞാനിത് നടട്ടോ. ഇത് സൈഡിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കാം. അങ്ങനെ നട്ട് കഴിഞ്ഞു. ഇതാ ചുറ്റും നട്ട്. നമുക്ക് ഇത്രയും വളം ചേർത്ത് ഇത്രയും മണ്ണ് കൊടുത്ത് വിസ്താരമുള്ളതാണല്ലോ. നമ്മൾ വെറുതെ കളയണ്ടല്ലോ. 1 ഇഞ്ച് സ്ഥലം വെറുതെ കളയരുത് കേട്ടോ. നമ്മൾ കൃഷി ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ചേമ്പും ഉണ്ടാവും, നമുക്ക് ആവശ്യത്തിന് തോരൻ വെക്കാൻ ഇതും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഉപകാരമാണ്. നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരുന്നത് ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പാൽച്ചേമ്പ് പിലാത്തിച്ചേമ്പ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.